എക്സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഗുണന രീതികൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുവാണെങ്കിൽ 10 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നോക്കിയാലോ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്: 12 × 8 18 × 2 ഇതിലേതാണ് വലുത് എന്നുള്ള ചോദ്യം വരും. അതേപോലെ തന്നെ ഇതിൽ ചോദിക്കാമോ, അപ്പോൾ ഇതിലേതാ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. എന്ത് ചെയ്താൽ മതി? ഈ 12 എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ 10 എടുക്കുന്നു, അതേമാതിരി 18 എന്ന് പറയുന്നതിൽ നമ്മൾ 10 എടുക്കുന്നു. എന്നിട്ട് സാധാരണ പോലെ 8 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ടും ഗുണിക്കുന്നു. 18 × 8 10 × 8 എന്ന് പറയുന്നത് 80 ആണ്. 10 × 2 എന്ന് പറയുന്നത് 20 ആണ്. ഇതിലേതാ വലുത്? 80 ആണ് വലുത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം 12 × 8 ആണ് വലുത് എന്ന് പറയാം. പക്ഷെ ഇങ്ങനെയല്ല എക്സാമിന് ചോദ്യം വരിക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. 12 × 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം വരെ ഇങ്ങനെയായിരിക്കും: ഡാഷ് പ്ലസ് ഡാഷ് × 8. അവിടെ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയായിരിക്കും ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ 2 നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റണം. അത് എങ്ങനെയെങ്കിലും കൂട്ടിയാൽ പോരാ, ഇതേപോലെ എഴുതണം. എന്ത് ചെയ്യണം? 12നെ 10 + 2 × 8 എന്ന് എഴുതാൻ പഠിക്കണം. എല്ലാ നമ്പറിനും ഇതേപോലെ എഴുതാൻ പഠിക്കണം. ഇനി എന്ത് ചെയ്യണം? 10 × 8 ചെയ്യുക. അപ്പോൾ നോക്കിയേ, 10 × 8 പ്ലസ് 2 × 8 ഇതെത്ര വരും? 80 + 16 96 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെയുള്ള 12നെ 10 + 2 എന്ന് എഴുതുന്നു, × 8 ചെയ്യുന്നു. ഇനി 10 × 8 ചെയ്യുന്നു ആദ്യം, പിന്നെ 2 × 8 ചെയ്യുന്നു, പിന്നെയൊക്കെ കൂട്ടുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കിയേ. 18 × 2 18 × 2 എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ. 18 × 2 ഈ 18നെ നമ്മൾ എന്ത് ചെയ്യണം? 10 + 8 എന്ന് എഴുതണം, × 2. ഇനി എന്ത് ചെയ്യണം? 10 × 2 പ്ലസ് 8 × 2 10 × 2 20 പ്ലസ് 8 × 2 16 36 എന്ന് വരും. ഇത് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ഇങ്ങനെ ഗുണിക്കുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. കൃത്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങളിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഈ ഒരു ഭാഗം സെറ്റാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇവിടെയും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ നിന്നായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം അറിയണം. ഈ 15 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15നെ നമുക്ക് 10 + 5 എന്ന് എഴുതാം. ശരിയല്ലേ? 15 എന്ന് പറഞ്ഞാൽ 10 + 5 10 മിഠായി പ്ലസ് 5 മിഠായി 15 മിഠായി. ഇനി 13നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 എന്ന് എഴുതാം. ഇനി ഈ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിളിലേക്ക് എഴുതണം. നിങ്ങളോട് ചോദിക്കുക, ഈ ഒരു ടേബിളും ഈ ഒരു സാധനങ്ങളൊക്കെ തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വരച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ 15 എന്ന് എഴുതുന്നു, ഇവിടെ 13 എന്ന് എഴുതുന്നു. മിസ്സേ തിരിഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 10, ഇവിടെ 3, ഇവിടെ 10, ഇവിടെ 5. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി. 10 × 10 ഇവിടെ 10 × 10 100. അടുത്തത് 10 × 3 30. 5 × 10 50 അല്ലേ? 5 × 3 എത്ര വരും? 15. ഇനി എല്ലാം കൂടി കൂട്ടിയേ. 100 + 50 + 30 + 15 5 9 1 195. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഈ നമ്പറുകളൊക്കെ തരാതിരുന്ന് നിങ്ങളോട് എന്ത് ചെയ്യും? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദിക്കും. അപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്? പഠിക്കാതെ പോകരുത്. ഈ ഒരു ഭാഗം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം. ഇവിടെ നോക്കിയേ, എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 16 ഗീവ്സ് 1360. ഒരു നമ്പറിനെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. ഇനി ചോദ്യമാണ് രസം. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 16? ഇതിൻ്റെ അടുത്ത നമ്പർ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം.
അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ 17 ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലേ? ഇനി ഇപ്പോൾ ഇവിടെ 24 ആണ് എങ്കിൽ ഇവിടെ 24 ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 25 ആണ്. സംഭവിക്കുന്നത് +1 ആണ് അല്ലേ? 24 25 ആകുന്നു, 26 27 ആകുന്നു, 30 31 ആകുന്നു അടുത്ത നമ്പർ. അപ്പൊ ഇവിടെ എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിച്ചോടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. കാരണം എന്താ? ഇവിടുത്തെ നമ്പർ നമുക്ക് അറിയില്ല. ഒന്ന് കൂടുന്നുണ്ട് എന്നറിയാം അല്ലേ? നിനക്ക് ഇത്ര കൂടുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഒന്ന് കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ഉത്തരത്തിനെ 1360 കൂടെ ഈ 16 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തിനാ മിസ്സേ ആഡ് ചെയ്ത് കൊടുത്തേ? വേറെ ഒന്നുകൊണ്ടുമല്ല, ഇവിടെ ഒന്ന് കൂടുകയല്ലേ ചെയ്തേ, ഒന്ന് പ്ലസ് ആവുകയല്ലേ ചെയ്തേ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 16 ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, അപ്പൊ മിസ്സേ ഇത് കുറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് കുറഞ്ഞു അല്ലേ? അടുത്ത നമ്പർ എന്ന് പറയുന്നതിന് പകരം മുന്നിലെ നമ്പർ എന്ന് വന്ന് ചോദ്യം വന്നു. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 9 ആയി, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 19 ആയി. അങ്ങനെ ഒന്ന് കുറഞ്ഞതാണെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ×16 എത്രയാണെന്ന് ചോദിച്ചാൽ 1360 നിന്ന് 16 മൈനസ് ചെയ്യണം. ഒന്ന് കുറയാണ് ചെയ്തതെങ്കിൽ 16 മൈനസ് ചെയ്യണം, ഒന്ന് കൂടുകയാണ് ചെയ്തതെങ്കിൽ 16 ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് വരും? 6 7 1 3 7 6. ഇവിടെ ഉത്തരം എത്ര വരും? 4 1 3 4 4. ഓക്കെ, അപ്പൊ ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. 10 6 പോയാൽ 4 ആണ്, ഇവിടെ 5 5 പോയാൽ 4 ആണ്, 13. യെസ്, കറക്റ്റ്. അപ്പൊ ഈ ഒരു സാധനം എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സമചതുര സംഖ്യകളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, ഒരു നമ്പറിനെ, ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് സമചതുര സംഖ്യകൾ. ഒരു നമ്പറിനെ ആ നമ്പറുകൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് സമചതുര സംഖ്യ. ഇവിടെ നോക്കി, 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4, 3യെ 3 കൊണ്ട് ഗുണിച്ചാൽ 9. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ആൾക്കാരാണ് എന്ത് എന്ന് പറയുന്നത്? സമചതുര സംഖ്യകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയാം. ആരൊക്കെയാണ്? 1 4 9 16 25 36. ഇത്രയും ആൾക്കാരാണ് സമചതുര സംഖ്യകൾ. അപ്പൊ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് കാണിച്ചു തരട്ടെ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 9 16 ഇതാട്ടോ സമചതുര സംഖ്യ. 1 എന്ന് പറഞ്ഞാൽ 1, 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 × 1, 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്, 9 3 × 3, 16 എന്ന് പറഞ്ഞാൽ 4 × 4. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 3 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ മിസ്സേ? ഇവിടെ 4 അല്ലേ, 1 + 3 ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. കാണിച്ചു തരാം. അടുത്തത് 9 9 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 + 3 + 5 ചെയ്യണം അല്ലേ? നോക്കി, 5 3 8 8 3 9. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ 1 ആണ്, ഇവിടെ 1ഉം 3ഉം ആണ്, ഇവിടെ 1ഉം 3ഉം 5ഉം ആണ്. അടുത്തുകൂടി ഒന്ന് നോക്കി നോക്കാം. 4 × 4 16 ആണ് എന്ന് നമുക്കറിയാം. 4 × 4 16 ആണ്. 1 + 3 എത്രയായി? 4. 4 + 5 9. 9 + 7 16. അപ്പൊ ഈ നമ്പറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? 1 3 5 7. ആരാ ഇത്? ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ആലോചിക്കാം. ഒരു സ്ക്വയർ നമ്പർ എന്ന് പറയുന്ന, ഒരു സമചതുര സംഖ്യ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ സമചതുര സംഖ്യ കിട്ടാൻ ഒരൊറ്റ ഓഡ് നമ്പർ, രണ്ടാമത്തെ സമചതുര സംഖ്യ കിട്ടാൻ 2 ഒറ്റ സംഖ്യകൾ കൂട്ടണം, മൂന്നാമത്തെ സമചതുര സംഖ്യ കിട്ടാൻ 3 ഒറ്റ സംഖ്യകൾ, നാലാമത്തെ സമചതുര സംഖ്യ കിട്ടാൻ 4 ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്യണം അല്ലേ? ഇതാ നോക്കിക്കോ, ഒന്നാമത്തത് കിട്ടാൻ 1 × 1 കിട്ടാൻ ഒരൊറ്റ സംഖ്യ, രണ്ടാമത്തത് അതായത് 2 × 2 അതായത് 4 കിട്ടാൻ 2 സമചതുര സംഖ്യ അതായത് 1ഉം 3ഉം, മൂന്നാമത്തത് 3 × 3 എന്ന് പറയുന്നത് നമുക്കറിയാം 9 ആണ്. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 3 5 3 ഒറ്റ സംഖ്യകൾ കൂട്ടണം. നാലാമത്തത് കിട്ടാൻ 4 × 4 ആണ് 16. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 3 5 7 4 ഒറ്റ സംഖ്യകൾ കൂട്ടണം അല്ലേ? അഞ്ചാമത്തെ നോക്കി, 5 × 5 25. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 3 5 7 9 5 ഒറ്റ സംഖ്യകൾ കൂട്ടണം.
ഇങ്ങനെയാണ് നമ്മൾ തുടർന്നു പോകുന്നത്. അപ്പൊ 6 എന്ന് പറയുന്നത് 6 × 6 36 അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 6 ഒറ്റ സംഖ്യകൾ കൂട്ടണം അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. ഇവിടെ നോക്കി, നമ്മൾ ഒന്നാമത്തെ സ്ക്വയർ നമ്പർ, ഫസ്റ്റ് സമചതുര സംഖ്യ കാണാൻ നമ്മൾ 1 × 1 ആണ് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയത് 1 എന്നാണ്. രണ്ടാമത്തെ സമചതുര സംഖ്യ, അതായത് സെക്കൻഡ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 2 × 2 4 ആണ്. ഈ 4 കിട്ടാൻ നമ്മൾ ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്. അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ. അപ്പൊ മൂന്നാമത്തത് തേർഡ് സ്ക്വയർ നമ്പർ, തേർഡ് സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്. 9 കിട്ടാൻ നമ്മൾ 3 ഒറ്റ സംഖ്യകൾ കൂട്ടി. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ഒറ്റ സംഖ്യ. അപ്പൊ ഇവിടെ ആറാമത്തെ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 6 × 6. ആറാമത്തെ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 × 6 ആണ്, 36 ആണ്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 ഒറ്റ സംഖ്യകൾ കൂട്ടണം. 1, 3 എന്ന് തുടങ്ങിയിട്ട് 6ാമത്തെ ഒറ്റ സംഖ്യ വരെ നമ്മൾ കൂട്ടണം. അപ്പൊ ഈ 6ാമത്തെ ഒറ്റ സംഖ്യ നമുക്ക് അറിയണ്ടേ? എത്രയാണ് ഈ 6ാമത്തെ ഒറ്റ സംഖ്യ? സംഗതി എളുപ്പമാണ്. 6th ഓഡ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 6നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾക്ക് 12 എന്ന് വരും. ഈ 12ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 11 എന്ന് വരും. അതായത് 6ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പൊ 1, 3, 5, 7, 9, 11. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എത്രാമത്തെ ഒറ്റ സംഖ്യ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ഒറ്റ സംഖ്യ എന്തായിരിക്കും? 10നോട് 2 ഗുണിക്കുക, 20. 20ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പൊ 19. അപ്പൊ നിങ്ങൾക്കറിയാം 10 × 10 10ാമത്തെ സ്ക്വയർ നമ്പർ അല്ലേ? 10ാമത്തെ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്, 100 ആണ്. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 ഒറ്റ സംഖ്യകൾ കൂട്ടണം. 1, 3, 5 ഇങ്ങനെ തുടങ്ങി 10ാമത്തെ ഒറ്റ സംഖ്യ വരെ നമ്മൾ കൂട്ടണം. അപ്പൊ ഈ 10ാമത്തെ ഒറ്റ സംഖ്യ എത്രയാ നമ്മൾ അറിയണ്ടേ? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. 10നെ 2 കൊണ്ട് ഗുണിക്കുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10ാമത്തെ ഒറ്റ സംഖ്യ കിട്ടും. റെഡി? അപ്പൊ ഇത് വെച്ച് നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇതിൽ തന്നെ പാറ്റേൺസിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാ നോക്കിയേ, ഇവിടെ 4 ഉണ്ട് അല്ലെ? 4 കുത്തുകളുണ്ട്. 1, 2, 3, 4 4 കുത്തുകളുണ്ട് അല്ലെ? ഈ 4 എണ്ണത്തിന് എഴുതിയത് എങ്ങനെയാ? 1 + 2 + 1. അപ്പൊ 4 എന്ന് പറയുന്ന നമ്മുടെ സ്ക്വയർ നമ്പറിനെ, സമചതുര സംഖ്യയെ നമ്മൾ എങ്ങനെ എഴുതി? 1 + 2 + 1. ഒന്നുകൂടെ നോക്കാം. ഇവിടെ എത്ര കുത്തുണ്ട്? 1 പ്ലസ് ഇവിടെ 2 എണ്ണം പ്ലസ് ഇവിടെ 1. അപ്പൊ കിട്ടിയത് 4 ആണ് അല്ലെ? അതായത് 2 × 2. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കിയേ, 1 + 2 + 3 + 2 + 1. ഒന്ന് കൂട്ടി നോക്കിയേ. 3 2 1 3 3 3 6 6 3 9. ഈ 9 എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലേ? അപ്പോ 4 കിട്ടാൻ വേണ്ടി നോക്കണേ. 4 എന്ന് പറയുന്ന സ്ക്വയർ നമ്പർ കിട്ടാൻ, അതായത് 2 × 2 ആണ് കിട്ടേണ്ടതെങ്കിൽ 2 + 1 + 1 ചെയ്താൽ മതി. ഇനി 3 × 3 ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ 3 നടുവിൽ എഴുതുക, 2 1 2 1. അടുത്തും കൂടെ നോക്കാം. 1 2 3 4 3 2 1. കൂട്ടി നോക്കിയേ. 3 2 1 3 3 3 6 6 4 10 10ഉം 6ഉം 16. 16 എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാം. 4 × 4 കിട്ടണമെങ്കിൽ 4 നടുവിൽ എഴുതുക, 3 2 1 3 2 1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതിക്കൂടെ? അതായത് ഇപ്പൊ 25 ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. 25നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 × 5 ആണ്. അപ്പൊ നടുവിൽ 5 എഴുതുക, +4 +3 +2 +1 +4 +3 +2 +1. സിമ്പിൾ. 6 × 6 ആണെങ്കിൽ 6 നടുവിൽ എഴുതുക, 5 4 3 2 1 5 4 3 2 1. സംഗതി എളുപ്പമായി. ഓക്കെ, അടുത്തത് സ്ക്വയർ പ്രൊഡക്റ്റ്, സമചതുര ഗുണനം.
സമചതുര ഗുണനത്തിൽ നമ്മൾ 2 സ്ക്വയർ നമ്പേഴ്സ് 2 × 2 4 ആണ്, 3 × 3 9 ആണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിയേ, 4നെയും 9നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം 4 എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, യെസ്, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 3 ആണ്. 2 × 2. 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2 × 2 ആണ്. അതേപോലെ 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 3 ആണ്. ശരിയല്ലേ? ഇനി ഇവിടെ നിന്ന് ഈ 2ഉം ഈ 3നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ഫ്രണ്ട്സ് ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 ഇൻറ്റു ഈ ഒരു 2ഉം ഈ ഒരു 3യും ഫ്രണ്ട്സ് ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3. 2 × 3 എത്രയാടാ, 6 × 6. 6 × 6 36. അതായത് ഈ സംഗതി ഇത്രയേ ഉള്ളൂ. 2 സമചതുര സംഖ്യകൾ ഗുണിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരവില്ലേ, അതും ഒരു സമചതുര സംഖ്യ ആയിരിക്കും. ഏത് നിങ്ങൾ എടുത്തോ, 2 സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും, ഒരു സമചതുര സംഖ്യ തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്, ദ പ്രൊഡക്റ്റ് ഓഫ് 2 സ്ക്വയർ നമ്പർ ഈസ് ഓൾസോ എ സ്ക്വയർ നമ്പർ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാച്ചിൽ, നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഇനി ഒരുമിച്ച് പഠിക്കാം.